ചില പ്രത്യേക സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ വരുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ കഴിവുകളെയും കഴിവുകേടുകളെയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോന് സ്കൂളിൽ ബ്ലൂ ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഡോറിമോണിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിക്കൊണ്ട് വരണം. ഡോറിമോണിനെ കുറിച്ച് 2-3 ലൈന് സെൻറ്റൻസ് പഠിപ്പിച്ച് വിടണമെന്ന് പറഞ്ഞു. ഡോറിമോണിനെ കുറിച്ച് 2-3 സെൻറ്റൻസ് പഠിപ്പിക്കാൻ ഈസിയാണ്, അത് നമുക്ക് പഠിപ്പിച്ചെടുക്കാം. പക്ഷേ ഈ ചിത്രരചന എനിക്ക് വശമില്ല. പക്ഷേ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. ആദ്യം ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി നോക്കി കേട്ടോ, പക്ഷേ അതിൻ്റെ വലിപ്പം കുറഞ്ഞു പോയി. രണ്ടാമത് ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. അടുക്കളയിൽ ഒരു പാത്രം എടുത്ത് വെച്ചുകൊണ്ട് ഒരു റൗണ്ട് വരച്ചെടുത്തു. പിന്നെ ഒരു കുപ്പീൻ്റെ അടപ്പെടുത്തിട്ട് കണ്ണൊക്കെ വരച്ചു കേട്ടോ. മൂക്കിനായിട്ട് ഒരു 5 രൂപയുടെ തുട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഈ വരയ്ക്കുന്നതാണ് ഇതിൻ്റെ വായ. ഇപ്പം പിന്നെ എന്തിനും ഏതിനും യൂട്യൂബ് ഉള്ളത് കൊണ്ട് ഒരാശ്വാസം. പക്ഷേ ഞാൻ യൂട്യൂബിൽ കണ്ടതിനൊക്കെ വലിപ്പം കുറവായിരുന്നേ. ഞാൻ മോൻ്റെ ഒരു ഏകദേശം കഴുത്തിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ താഴെ വരെ എത്തുന്ന അത്രയും വലിപ്പമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വലിപ്പത്തിൽ വരയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ വീഡിയോ എടുത്തേക്കാം. ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരമാവുന്നെങ്കിൽ ആവുമല്ലോ. ഇപ്പോൾ ഈ വരച്ച ചിത്രത്തിൽ ഞാനിതിൻ്റെ കാൽപാദം വരച്ചിട്ടില്ല കേട്ടോ. ചാർട്ട് പേപ്പറിന് അത്രേ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാർഡ്ബോർഡിലോട്ട് വെച്ചിട്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ടാണ് കാല് വരയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഡോറിമോണിനെ ഏകദേശമൊക്കെ വരച്ചെടുത്തു കേട്ടോ. വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. അത് വെച്ചിട്ട് അതേ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡിൽ വരച്ചെടുത്തു. കാരണം ചാർട്ട് പേപ്പറിന് കട്ടിയില്ലല്ലോ. ചാർട്ട് പേപ്പറിൽ ഇത് വരച്ചെടുത്തതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാർഡ്ബോർഡിൽ ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ. കാരണം ഞാനെടുത്ത കാർഡ്ബോർഡ് കുറച്ച് കട്ടിയുള്ളതായിരുന്നു. പിന്നെ അടുത്ത പണി പെയിൻറ്റിംഗ് ആണ്. ചെറിയ ബ്രഷ് കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഫിനിഷിങ് ചെയ്തെടുത്ത് അതിനുശേഷം നമ്മൾ പെൻസിലും കൊണ്ട് വരച്ച ഭാഗമുണ്ടല്ലോ, അവിടെയൊക്കെ ഒരു ബ്ലാക്ക് സ്കെച്ച് പെന്നും കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിനെ കാർഡ്ബോർഡിലോട്ട് ഒട്ടിച്ചു കൊടുത്തു. കാൽപാദങ്ങൾക്ക് വേണ്ടിയിട്ട് അതേ ഷേപ്പിൽ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ കഴുത്തിൽ തൂക്കിയിടാനായിട്ട് ചെറിയ ഹുക്കും വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ ഡോറിമോണിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സ്പീച്ച് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ബൈ ബൈ.